ഹോർമോസ് അടച്ചു പൂട്ടി ഇറാൻ. അത് മാത്രമല്ല, ഇറാന്റെ തസ്നിം ന്യൂസ് ഏജൻസി ഒരു വാർത്തയും കൂടെ പുറത്തു വിട്ടിട്ടുണ്ട്. ആ വാർത്ത എന്ന് പറയുന്നത് an American B-52 bomber plane in the sky of Bahrain. The aircraft is slowly moving down towards the sea, right across from the Iran. ഇങ്ങനെ ഒരു സാധനം കൂടെ പറഞ്ഞിട്ടുണ്ട്. അതായത് അമേരിക്കയുടെ B-52 ബോംബർ വിമാനം ബഹ്റൈനിലേക്ക്, അതായത് അമേരിക്കയുടെ 5th ഫ്ലീറ്റിലോട്ട് എത്തുന്നു എന്നുള്ളൊരു വാർത്തയും കൂടെ വന്നിട്ടുണ്ട്. അപ്പോ അമേരിക്ക എന്തിനൊക്കെയുള്ള തയ്യാറെടുപ്പിലാണ് എന്നുള്ളതാണ് ഇതൊക്കെ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഈ പറയുന്ന ഇറാന്റെ ഹോർമൂസിന്റെ തീരത്തുള്ള ദ്വീപുകൾക്ക് നേരെയും അതേപോലെ തന്നെ അവിടുത്തെ ലോഞ്ചിങ് പാഡുകൾക്ക് നേരെയൊക്കെ ഇന്നലെ രാത്രിയും അമേരിക്കയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല, അതിന്റെ തിരിച്ചടിയായിട്ട് ബഹ്റൈനിലും കുവൈത്തിലും ഇറാൻ തിരിച്ചാക്രമണവും നടത്തിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു B-52 ബോംബർ വിമാനം ഈ പറയുന്ന ഏരിയയിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. അപ്പോ ഈ ഏജൻസി പറയുന്നത് ജസ്റ്റ് 1 hour ago an American B-52 ബോംബർ പ്ലെയിൻ, അതായത് 7 മണിക്കൂർ മുന്നത്തെ ന്യൂസ് ആണ്, ബോംബർ പ്ലെയിൻ വാസ് ഫ്ലൈയിങ് ഓവർ മിഡിൽ ഓഫ് സൗദി അറേബ്യ. ഇറ്റ് വാസ് ഫ്ലൈയിങ് വെരി ഹൈ അറ്റ് നിയർലി 31,000 feet. Now the plane has come down very low to only 2,500 feet in the sky of Bahrain. The aircraft is slowly moving down towards the sea right across from the Iran. അതായത് ഈ പറയുന്ന ഹോർമൂസിലോട്ട്, അതായത് ആ കടലിലോട്ട് ഈ വിമാനം താഴ്ന്ന് പറന്നുകൊണ്ടേ ഇരിക്കുകയാണെന്നാ പറയുന്നത്. മിക്കവാറും ബഹ്റൈന്റെ ബേസിലോട്ടായിരിക്കും. അവിടെ നിന്നും ആക്രമണം പുനരാരംഭിക്കാനുള്ള സാധ്യതയും കൂടെ കൂടുതലാണ്. അത് മാത്രമല്ല, ഇറാനെ തരിപ്പണമാക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ കുറച്ച് ആർമി അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു വിഭാഗം ഇസ്രായേലിലും പോയി ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് വരുന്നത്. അമേരിക്കയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വാർത്തയാണത്. അപ്പോ അമേരിക്ക കുറച്ചും കൂടെ തയ്യാറെടുപ്പുകൾ ആക്രമണത്തിന് വേണ്ടിയിട്ട് നടത്തുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇതിലൂടെ കാണണ്ടേ. അത് മാത്രമല്ല, ഇറാൻ ഇപ്പൊ ക്ലെയിം ചെയ്യുന്ന വേറൊരു കാര്യം കൂടെയുണ്ട്. അതായത് അമേരിക്കൻ അറ്റാക്കുകൾ നടക്കുന്നത് സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെയും അതേപോലെ തന്നെ ഈ പറയുന്ന വാട്ടർ ടാങ്കറുകള്, അതേപോലെ തന്നെ ഇറാനിലെ പാലങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് നേരെയൊക്കെയാണ് അമേരിക്ക ആക്രമണം നടത്തുന്നത്. ഇത് വാർ ക്രൈം ആണ് അമേരിക്ക ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടെ പറയുന്നുണ്ട്. അപ്പൊ അതിനെ ലെജിറ്റിമൈസ് ചെയ്യുന്ന രീതിയിൽ യഥാർത്ഥത്തിൽ ട്രംപിന്റെ പ്രസ്താവന ഉണ്ടായിരുന്നു, ഇറാനിലെ പാലങ്ങളും അതേപോലെ തന്നെ അത്തരം ഇൻഫ്രാസ്ട്രക്ചറുകളും കൂടെ ഞങ്ങൾ തകർക്കുമെന്ന് ട്രംപ് പറയുന്നതും കൂടെ ഉണ്ടായിരുന്നു. അപ്പോ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള ഡെവലപ്മെന്റുകൾ യഥാർത്ഥത്തിൽ ഈ ഹോർമൂസിൽ നടക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഈ B-52 സ്ട്രാറ്റോഫോർട്രസ് എന്ന് പറയുന്നത് ഒരു ദീർഘദൂര സ്ട്രാറ്റജിക് ബോംബർ ആണ്. അതായത് ഇത് സാധാരണ ഫൈറ്റർ ജെറ്റ് അല്ല, സാധാ ഒരു ജെറ്റ് വിമാനം തന്നെയാണ്. പക്ഷെ ഇതൊരു ബോംബർ വിമാനമാണ് എന്നുള്ളതാണ്. അതായത് അത്യാവശ്യം വാർഹെഡുകൾ വഹിക്കാൻ കപ്പാസിറ്റി ഉള്ള വലിയ വിമാനമാണ് ഈ B-52 സ്ട്രാറ്റോഫോർട്രസ് എന്ന് പറയുന്ന വിമാനം. അപ്പൊ ഇത് 1952 മുതൽ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഭാഗമായിട്ടുള്ള ഒരു വിമാനമാണ്. 1955 ഇവരുടെ ഒരു ഫ്ലീറ്റിലോട്ട് ഇത് പ്രവേശിക്കുന്നത്. മാത്രമല്ല, ഇത് ഏകദേശം 1000 km/h വേഗതയിൽ ഈ പറയുന്ന വിമാനത്തിന് സഞ്ചരിക്കാൻ പറ്റും എന്നുള്ളതും കൂടെ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇതാണ്. മാത്രമല്ല, ഏകദേശം 14,000 കിലോമീറ്റർ പറക്കാനുള്ള ഇന്ധനം ശേഖരിച്ച് വെക്കാനും ഈ പറയുന്ന ബോംബർ വിമാനങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം, F-35ഉം F-15 ഒക്കെ 14,000 കിലോമീറ്റർ ഒന്നും സഞ്ചരിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ വായിൽ വെച്ച് തന്നെ ഇതിലേക്ക് ഇന്ധനം നിറക്കാൻ പറ്റുന്ന രീതിയിലുള്ള എയർ ടാങ്കർ വിമാനങ്ങൾ അത്തരം ഫൈറ്റർ ജെറ്റുകൾക്ക് ആവശ്യമായിട്ട് വരും. പക്ഷെ ഇത്തരം വിമാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ആവശ്യം ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. മാത്രമല്ല, 5 പേരാണ് ഇതിൽ സാധാരണയായിട്ട് ഒരു ക്രൂ ആയിട്ട് ഉണ്ടാവുക. അതേപോലെ തന്നെ ആണവ ബോംബുകൾ വഹിക്കാൻ പറ്റും. പരമ്പരാഗതമായിട്ടുള്ള എല്ലാ മിസൈലുകളും ഇതിന് വഹിക്കാൻ പറ്റും. അങ്ങനെ ഇറാനെ തരിപ്പണമാക്കാനുള്ള എല്ലാ സാധ്യതയും അതേപോലെ തന്നെ എല്ലാ കപ്പാസിറ്റിയുള്ള വിമാനമാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന B-52. പക്ഷെ ഇത് ഒരു സ്റ്റെൽത്ത് കപ്പാസിറ്റിയുള്ള വിമാനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് 1952 വിമാനം ആയതുകൊണ്ട് തന്നെ ഇതിന് സ്റ്റെൽത്ത് കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളത് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഫ്രജൈലാണ്. ഇറാന്റെ ഷോൾഡർ ലോഞ്ചിങ് മിസൈലുകൾ വെച്ചിട്ട് മേ ബി അടിച്ചിടാനും പറ്റും എന്നുള്ളതാണ്. അപ്പൊ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടെ ഞാൻ എന്റെ സൈഡില് ഒരു പിക്ചർ കാണിക്കാം. ആ പിക്ചറില് കറക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഈ പറയുന്ന F-35, F-15 അതേപോലെ തന്നെ സ്ട്രാറ്റോ ടാങ്കർ വിമാനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും എത്രത്തിനെ അടിച്ചിട്ടു എന്നുള്ളതിന്റെ ഇമേജും അതിന്റെ എണ്ണം സഹിതം വന്നിട്ടുണ്ട്.
അമേരിക്കൻ എയർക്രാഫ്റ്റുകളുടെ അല്ലെങ്കിൽ അമേരിക്കൻ നേവി എയർക്രാഫ്റ്റുകളുടെ ഒക്കെ അമേരിക്കൻ എയർഫോഴ്സിന്റെ ഒക്കെ ശവപ്പറമ്പാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇറാൻ എന്ന് പറയുന്നത്. അപ്പോ ഇറാന്റെ കയ്യിലുള്ള S-400ന്റെ പരിഷ്കരിച്ച വെർഷൻ കൊണ്ടോ അതേപോലെ തന്നെ ഇവന്മാര് സിമ്പിൾ ആയിട്ട് ഷോൾഡറിൽ വെച്ച് മൗണ്ട് ചെയ്ത് അയക്കുന്ന ടൈപ്പ് ഓഫ് മിസൈലുകൾ വെച്ചിട്ടോ ഈ പറയുന്ന വിമാനത്തിന് അടിച്ചിടാം എന്നുള്ളതാണ് സിറ്റുവേഷൻ. മാത്രമല്ല അമേരിക്ക ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം സൃഷ്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റീജിയനിലെ മൊത്തം അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെയും ഇറാന് ആക്രമണം നടത്താനുള്ള കപ്പാസിറ്റി കൂടെ ഇറാൻ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഇവരുടെ സ്റ്റോക്ക് പൈല് തീർന്ന സമയത്ത് അത് ഫില്ലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചർച്ച എന്ന് പറഞ്ഞ് കുറച്ച് സമയം ഇവർക്ക് കിട്ടിയെങ്കിൽ കൂടെ അമേരിക്ക എങ്ങനെയാണോ സ്റ്റോക്ക് പൈലുകൾ വീണ്ടും ഫില്ല് ചെയ്ത് വെച്ചത് അതേപോലെ തന്നെ ഇവരുടെ ഗുഹാമുഖങ്ങളില് B-2B ബോംബറുകൾ വന്ന് തകർത്തിട്ട ഇവരുടെ ഗുഹാമുഖങ്ങൾ, അതായത് ഈ പറയുന്ന ബാലിസ്റ്റിക് മിസൈലുകളാണെന്നുണ്ടെങ്കിലും ഡ്രോണുകളാണെങ്കിലും സൂക്ഷിച്ചിട്ടുള്ള ഗുഹകളുടെ മുഖങ്ങള് കവാടങ്ങള് ഇവന്മാര് വന്ന് ബോംബിട്ട് തകർത്തിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം റീസ്റ്റോർ ചെയ്ത് ഏകദേശം 95% അവരുടെ മിസൈലുകളും അവരുടെ ഡ്രോണുകളെല്ലാം ഇവര് തിരിച്ചെടുത്തിട്ടുണ്ട്, ഇറാൻ തിരിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ള ന്യൂസും വാർത്തകളും കൂടെ വന്നിട്ടുള്ളതാണ്. അപ്പോ ഈ ഒരു കണ്ടീഷനിൽ അമേരിക്ക ആണെന്നുണ്ടെങ്കിലും ഇസ്രായേൽ ആണെന്നുണ്ടെങ്കിലും കുറച്ച് വർണറബിൾ ആയിട്ടുള്ള പൊസിഷനിലാണെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം 398 കോടി വില വരുന്ന ഒരു അപ്പാഷെ എയർക്രാഫ്റ്റിന് അല്ലെങ്കിൽ ഒരു അപ്പാഷെ ഹെലികോപ്റ്ററിനെ അടിച്ചിടാൻ വേണ്ടിയിട്ട് ഇറാന് ചെലവായത് 19 ലക്ഷം രൂപയാണ്. അങ്ങനെ ഒരു ഹ്യൂജ് ഇംബാലൻസ് ബേസിക്കലി ഈ വാറിൽ നിലനിൽക്കുന്നുണ്ടെന്നുള്ളത് കൂടെ കാണണം. കാരണം ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ അണുവായുധം വഹിക്കാൻ ശേഷിയുള്ള 14,000 കിലോമീറ്റർ പറക്കാൻ ഇന്ധന ശേഷിയുള്ള 1000 കിലോമീറ്ററോളം സ്പീഡിന് കൈവരിക്കാൻ പറ്റുന്ന ഇത്തരം വിമാനങ്ങള് ഒന്ന് അനങ്ങണമെങ്കിൽ തന്നെ ലക്ഷങ്ങൾ അമേരിക്ക ചെലവാക്കണം. എന്നാ ഈ ഒരു വിമാനത്തിന് അടിച്ചിടാൻ വേണ്ടിയിട്ട് ഇറാൻ ചെലവാക്കുന്നത് ചിലപ്പം 10 ലക്ഷം 20 ലക്ഷം 30 ലക്ഷം രൂപ ആ ഒരു റേഞ്ചിലാണ് ചെലവാക്കുന്നത്. അപ്പൊ ഈ ഒരു ഇംബാലൻസ് അവിടെ ഉണ്ട്. അപ്പൊ ഏതൊക്കെ വിധത്തിലുള്ള ആക്രമണവും ഏതൊക്കെ വിധത്തിലുള്ള അഡ്വാൻറ്റേജും അമേരിക്കക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ കൂടെ അത് പ്രവർത്തിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഹ്യൂജ് ചെലവാണ് അമേരിക്കക്ക് എന്നുള്ളതാണ്. അതിന്റെ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ജോർഡനെ ഇവർ ആക്രമിച്ച സമയത്ത്, ഇറാൻ ആക്രമിച്ച സമയത്ത് അവിടെ പ്ലേസ് ചെയ്തിട്ടുള്ള ആരോ പോലെയുള്ള സിസ്റ്റങ്ങൾ ഇറാന്റെ സൂപ്പർസോണിക് മിസൈലുകൾക്ക് മുന്നിൽ നിഷ്പ്രഭമായിരുന്നു എന്നുള്ളതാണ്. കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഒരേ സ്ട്രൈറ്റില് ഒരേ സ്പീഡില് ഈ പറയുന്ന ശബ്ദത്തിന്റെ അതേ വേഗതയിലോ അല്ലെങ്കിൽ ശബ്ദത്തെക്കാൾ കുറഞ്ഞ വേഗതയിലോ വരികയാണെന്നുണ്ടെങ്കിൽ അതിനടിച്ചിടാം. ഇത് ഓൾറെഡി ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം കൊണ്ട് തന്നെ അത്രയും സ്പീഡിലായിരിക്കും ഈ പറയുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ വരുന്നത്. അപ്പൊ അത് മാക് 10 മുകളിലോട്ടൊക്കെ സ്പീഡ് കൈവരിക്കുമ്പോ അതേപോലെ തന്നെ സഞ്ചരിക്കുന്ന ദിശയെ ഇടയ്ക്കിടയ്ക്ക് മാറ്റാനും കൂടെ ഇതിന് കപ്പാസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നോ രക്ഷ, അത് ആ ടാർഗറ്റിൽ പോയി ഹിറ്റ് ചെയ്യുന്ന ചെയ്യും. അപ്പോ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ കൂടെ യഥാർത്ഥത്തിൽ അമേരിക്ക ഇവിടെ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അഹങ്കാരത്തിന് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ, ഒരു തരത്തിലും അഹങ്കാരത്തിന് കുറവില്ല, വാചാടോപത്തിനും ഒരു കുറവുമില്ല എന്നുള്ളതാണ്. അതായത് പീസ് ടോക്ക് നടന്നുകൊണ്ടിരിക്കെ നെഗോസിയേഷൻ ടേബിളിൽ നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കെ ഞങ്ങളൊരു പ്രിക്കോഷൻ എടുത്തതാണ്, പ്രിക്കോഷൻ അറ്റാക്ക് ആണ് ഞങ്ങൾ എടുക്കുന്നതെന്ന് പറഞ്ഞ് ഇറാനെ പോയി അറ്റാക്ക് ചെയ്തു. പക്ഷെ ഞങ്ങൾ വെടിനിർത്തൽ ലംഘിച്ചതല്ല എന്നുള്ള വാക്കാണ് അന്ന് അമേരിക്ക പറഞ്ഞത്. പക്ഷെ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും ഇറാന്റെ മണ്ണിൽ ഒരു ബോംബ് വീണിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് തിരിച്ചടി ഇറാൻ കൊടുത്തിരിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അപ്പൊ ആ ഒരു അടി തിരിച്ചടിയാണ് ഇപ്പോ ഇങ്ങനെ എസ്കലേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അത് മാത്രമല്ല, യുദ്ധത്തിലൂടെ നേടിയെടുക്കാൻ എന്താണോ അമേരിക്കക്ക് പറ്റാത്തത് അതിനെ നേടിയെടുക്കാനും കൂടിയാണ് അമേരിക്ക ബേസിക്കലി ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇറാൻ കുറച്ചും കൂടെ വൈഡർ ആയിട്ടുള്ള ഒരു വ്യൂ വെച്ചിട്ട് ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിനെ പ്രഷറൈസ് ചെയ്തിട്ട് അവിടെ നിന്നുള്ള അമേരിക്കൻ ബേസുകൾ എടുത്തുകൊണ്ട് പോകുന്ന രീതിയിലേക്കുള്ള പ്ലാനാണ് യഥാർത്ഥത്തിൽ ഇറാനും അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ മറ്റൊരു തരത്തിലേക്ക് ഈ വാർ ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പറയാനുള്ളത്.